ധന്യ, നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം, അതായത് CBI വരണമെന്ന കുടുംബത്തിൻ്റെ ഹർജി ഹൈക്കോടതിയിലാണുള്ളത്. ഇപ്പോൾ പെരിയ കേസിൽ CBI ഒക്കെ വന്നു. ആ CBI അതിനെ വരാതിരിക്കാൻ വേണ്ടി സർക്കാർ ഒരുപാട് എതിർത്തൊരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥ, കോടതിയുടെ ആ ഒരു ഒരു പ്രസക്തിയെ തന്നെ നമ്മളിലേക്ക്, നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടാക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അതിനോട് നീതി പുലർത്തുന്ന തരത്തിലേക്ക് കോടതി CBIയെ അനുവദിച്ചു. CBI വന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ വരെ അതിൽ പ്രതികളാണെന്ന് വിധിച്ചിരിക്കുന്നു. ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് അതേ ഒരു അവസരത്തിൽ തന്നെ അതേ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നവീൻ ബാബു കേസിലും നടക്കുന്നത്. ഒരു ഭാഗത്ത് പാർട്ടി തന്നെയാണ് പ്രതിയായി നിൽക്കുന്നത്. അപ്പോൾ CBI എത്തുമോ? ഇനി CBI എത്തിയാൽ ഇതുപോലെ തന്നെ ഒരു ആളുകളൊക്കെ തന്നെ കുടുങ്ങാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തെളിയിക്കുന്നതല്ലേ ഇന്നത്തെ മറ്റ് സംഭവ വികാസങ്ങൾ? തീർച്ചയായിട്ടും പെരിയ കൊലപാതക, ഇരട്ട കൊലപാതക കേസിലെ വിധി നമ്മളെയൊക്കെ ആശ്വസിപ്പിക്കുന്നതാണ്. നമ്മളൊക്കെ പലപ്പോഴും പറയുന്നുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇല്ല എങ്കിൽ CBI വന്നാൽ നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ, നവീൻ ബാബുവിൻ്റെത് കൊലപാതകമാണോ ആത്മഹത്യയാണോ, കൊലപാതകമാണ് എങ്കിൽ ആരാണ് കൊലയാളി, വീണാമണി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എങ്കിൽ ആ കൊലയാളി പുറത്തു വരിക തന്നെ ചെയ്യും. അത് ഒരാളോ ഒന്നിലധികം പേരോ ആണെങ്കിലും തീർച്ചയായും പുറത്തു വരിക തന്നെ ചെയ്യും എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. സത്യത്തിൽ ഇപ്പോഴാണ് നമുക്കൊരു ആശ്വാസം. ഈ കോടതി വിധി വന്നതിന് ശേഷം ഒരു വലിയ ആശ്വാസം ഒരുപക്ഷെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പറയുന്നത് പോലെ പെരിയ കേസിലും ഒരു ഭാഗത്ത് സർക്കാരാണ്, 2 ചെറുപ്പക്കാരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ഒരു ഭാഗത്ത് സർക്കാരാണ്. ആദ്യം ഇവർക്കൊപ്പം നിന്ന വക്കീൽ പിന്നീട് മാറിയൊക്കെ പോയത് ഒറ്റുകാരനായതൊക്കെ നമ്മൾ കണ്ട സംഭവമാണ്. ഇപ്പോൾ CBI അവിടെ വന്നപ്പോഴൊന്നും നമ്മൾ ആരും വിചാരിച്ചില്ല സർക്കാരിനെതിരെ CBI ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുമെന്നും അതിലൂടെ പ്രതികൾക്ക് ശിക്ഷ കിട്ടുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ തീർച്ചയായിട്ടും CBI വന്നു, കൃത്യമായ അന്വേഷണം നടത്തി. ആരൊക്കെയാണ്, ഉന്നതനാണെങ്കിലും CBIയുടെ മുന്നിൽ ഒന്നുമല്ല, പ്രതികൾ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കാണ് പെരിയ കേസ് നമ്മളെയൊക്കെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കേസും. ഇപ്പോൾ കുടുംബം തെളിവുകൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. കോടതി അത് വിധി പറയാൻ മാറ്റി ഇന്നത്തേക്ക് വിധി പറയാനായി വച്ചേക്കാണ്. നമ്മൾ എടുക്കുന്ന സമയം വരെ വിധി വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന അറിവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ കോടതി തെളിവുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു നിലപാട് വന്നാൽ CBI അന്വേഷിക്കണം എന്നുള്ള കാര്യത്തിലും കോടതിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാട് വരാനാണ് സാധ്യത എന്ന് പറയുന്നത്. കാരണം വിജിലൻസ് തന്നെ CPMൻ്റെ തലയ്ക്ക് വലിയൊരു അടി കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ, കാരണം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് വിജിലൻസ് തന്നെ നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ CBIക്ക് വരാൻ ഒരു മടിയുമില്ല. ഞങ്ങൾ കോടതി പറയുകയാണ് എങ്കിൽ ഏത് നിമിഷവും ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് CBI കൂടെ നിലപാട് വ്യക്തമാക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കേസിൽ CBI വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കോടതിയുടെ കനിവിനായി, കോടതിയുടെ വിധിക്കായി നമുക്ക് കാത്തിരിക്കാം. മഞ്ജുഷയും മക്കൾക്കും നീതി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ജനസമൂഹം നമുക്കിടയിലുണ്ട്. ആ ജനസമൂഹം ആഗ്രഹിക്കുന്നുണ്ട് സത്യസന്ധരായി CBI ഉദ്യോഗസ്ഥർ വന്ന് ഈ കേസ് അന്വേഷിക്കണം. ആന്തരിക അവയവങ്ങളുടെ പരിശോധന നടത്താത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ വിഷയത്തിൽ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടോ, പോസ്റ്റ്മോർട്ടം നടക്കാതെയാണോ ഇതൊരു ആത്മഹത്യയാക്കി ചിത്രീകരിച്ചത്, പോസ്റ്റ്മോർട്ടം കൃത്യമായി നടത്തിയിട്ടുണ്ടോ, ആന്തരിക അവയവങ്ങളുടെ പരിശോധന എന്തുകൊണ്ടാണ് നടത്താത്തത്, പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പല വിദഗ്ധരും ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഇവിടെ പാർട്ടൻ തന്നെ ഏകദേശം 5 കാര്യങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ മരണവുമായി ബന്ധപ്പെട്ട 5 കാര്യങ്ങളും ചെന്ന് നിൽക്കുന്നത് കൊലപാതകത്തിലേക്കാണ്. അപ്പോൾ ആ കാര്യങ്ങളിലുള്ള വ്യക്തത ഇതൊക്കെ സമൂഹത്തിന് കൂടി അറിയേണ്ട കാര്യമാണ്. ഒരു ഉദ്യോഗസ്ഥൻ ഒരു ദിവസം ഇവിടുത്തെ ജോലി കഴിഞ്ഞ് ട്രാൻസ്ഫറായി അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് പോകാനായി തയ്യാറെടുക്കുന്നു. യാത്രയയപ്പ് ചടങ്ങിലേക്ക് ഒരു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കയറി വരുന്നു, എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം മരണപ്പെടുന്നു. ഇതൊരു നാടകം പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഈ മനോവേദനയാണ്. അദ്ദേഹത്തെ കൊല്ലാൻ ആരൊക്കെ എവിടെ നിന്ന് പ്ലാൻ ചെയ്യുന്നു, പിന്നീട് ഈ അവഹേളിച്ചു എന്നുള്ള മനോവേദനയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യണം. അല്ലാത്ത അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കേസിൻ്റെ അന്വേഷണം വേറെ വഴിയിലേക്ക് തിരിയുമെന്ന് ആർക്കൊക്കെയോ ബോധമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരമൊരു അവഹേളനം നടത്തി അതിൻ്റെ മനോവിഷമത്തിൽ അദ്ദേഹം മരിച്ചു എന്ന് വരുത്തി തീർക്കാനായി ആരൊക്കെ ശ്രമിക്കുന്നത്. കാരണം അദ്ദേഹത്തെ ബൊലേറ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്നത്, അദ്ദേഹം ഇരിക്കുന്നത് ബാക്ക് സൈഡിൽ അദ്ദേഹം ഇരിക്കുന്നത്
വീണാമണി എന്ന് പറയുന്ന ദൃക്സാക്ഷി കണ്ടതാണ്. ഈ മരണത്തിലൊരു ദൃക്സാക്ഷി ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ പിന്നെ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയ ദൃശ്യങ്ങളുണ്ടോ എന്ന് മലയാളപ്പുഴ മോഹനൻ ചോദിച്ചു എന്നാണ് അവർ മീഡിയ മലയാളത്തിലെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞത്. അപ്പോൾ മലയാളപ്പുഴ മോഹൻ എങ്ങനെ അറിയാം നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയതാണെന്ന്? കൊലപ്പെടുത്തിയതിന്റെ ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അയാളെ കൊലപ്പെടുത്തിയെന്ന എന്നെ കൊന്ന ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന് പാർത്ഥൻ ചോദിച്ചാൽ എന്നെ കൊന്നതാണെന്ന് പാർത്ഥൻ അറിയാവുന്നതുകൊണ്ടല്ലേ പാർത്ഥൻ ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെ അറിയാം എന്നിട്ടും ഇത്രയും വലിയൊരു ആരോപണം അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടും അദ്ദേഹം എന്തുകൊണ്ട് വാ തുറക്കുന്നില്ല? എം വി ഗോവിന്ദൻ എന്തുകൊണ്ട് ഇതിൽ മറുപടി പറയുന്നില്ല? പിന്നെ പി കെ ശ്യാമൾ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? എം വി ജയരാജൻ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? ചോദ്യങ്ങൾ ഒരുപാടാണ്. CPM പ്രതികരിക്കാതിരിക്കുമ്പോൾ തന്നെ നമുക്കറിയില്ലേ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പെട്ടുപോകുമോ എന്നുള്ള ഭയം. എന്തിനേറെ പറയുന്നു, കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വ്യാജ പരാതി പോയിട്ട് ഒരു സാധാരണക്കാരനാണ് വ്യാജ പരാതി അയച്ചതെങ്കിൽ അവനെ തൂക്കിയെടുത്ത് ജയിലിലിട്ടേനെ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പേര് പറഞ്ഞതിന്റെ പേരിലാണ് ഒരു മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതും അദ്ദേഹത്തിന്റെ സ്ഥാപനം റെയ്ഡ് ചെയ്തതും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു വ്യാജ പരാതി അയച്ചിട്ടും എന്തുകൊണ്ട് ഇവിടത്തെ നിയമവ്യവസ്ഥ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസുകാർ അടങ്ങിയില്ല? രണ്ടൊപ്പിട്ട് ഉണ്ട് എന്ന് തനിക്ക് രണ്ടൊപ്പ് ഉണ്ട് എന്ന് ഒരു പ്രശാന്തൻ എന്ന് പറയുന്ന വ്യാജ പരാതി കൊടുത്ത ഒരാൾ വന്ന് പറയുകയാണ് ഭരണഘടനാ വിരുദ്ധമാണത് ഒരാൾക്ക് രണ്ടൊപ്പെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്തുകൊണ്ട് അയാളെ പോലീസ് പിടിക്കുന്നില്ല? അപ്പോൾ ഈ പ്രശാന്തനെയും ഈ വ്യാജ പരാതി അയച്ചവരെയും ഒക്കെ പോലീസ് പിടിച്ചാൽ ഇവരൊക്കെ സത്യം വിളിച്ചു പറഞ്ഞാൽ ഒരുപക്ഷെ തൂങ്ങാൻ പോകുന്നത് വലിയ വലിയ ഉന്നതരായിരിക്കുമെന്നുള്ള ബോധ്യം. മാത്രമല്ല ഇതിൻ്റെ ഒക്കെ പിന്നിൽ അല്ലെങ്കിൽ ഇതൊക്കെ അറിയാവുന്ന ആൾ PP ദിവ്യ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ദിവ്യ അന്ന് പോണ വഴിക്ക് കയറി വന്നിട്ട് നവീൻ ബാബുവിനെ 5 തെറി വിളിച്ചിട്ട് പോകാമെന്ന് ദിവ്യയ്ക്ക് വെറുതെ അങ്ങ് പിന്നെ തോന്നേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ദിവ്യ കറക്റ്റായി പ്ലാനോട് കൂടിയാണ് വന്നത്. രാവിലെ നടത്താനിരുന്ന പരിപാടി കളക്ടറും ദിവ്യയും കൂടെ ചേർന്ന് ഉച്ചയ്ക്ക് ശേഷം മാറ്റുന്നു. പിന്നീട് ആ പരിപാടിയിലേക്ക് ദിവ്യ വരുന്നു. 2 ദിവസത്തിനകത്ത് കുറേ തെളിവുകളുണ്ട്, അത് ഞാൻ പുറത്തുവിടുമെന്ന് ഭയപ്പെടുത്തുന്നു. സിവിൽ ഡെത്തിന്റെ കാര്യം പറയുന്നു. ഇവിടെ പ്രവർത്തിച്ചതുപോലെ തന്നെ അവിടെയും ചെന്ന് പ്രവർത്തിക്കരുത് എന്നുള്ള താക്കീത് നൽകുന്നു. NOC കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയുന്നു. അങ്ങനെ ഒരു മനുഷ്യനെ ഏതൊക്കെ തരത്തിൽ നാണം കെടുത്താൻ കഴിയുമോ അതിൻ്റെ പാരമ്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടാണ് മുൻ ജില്ലാ പ്രസിഡന്റായ PP ദിവ്യ ഇറങ്ങിപ്പോകുന്നത്. CBI വന്നാൽ ആദ്യം പോകുന്നത് സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ്. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമില്ല, അന്തർധാരയില്ല, ബാന്ധവങ്ങളില്ല എങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ചെന്ന് നിൽക്കുന്നത് ദിവ്യയുടെ വീട്ടിന് മുറ്റത്തായിരിക്കും. ദിവ്യ എവിടെ ഒളിച്ചാലും പൊക്കിക്കൊണ്ടുവന്ന് ആദ്യം ചോദ്യം ചെയ്യാൻ പോകുന്നത് ദിവ്യയായിരിക്കും. കാരണം ഇതിന് കണ്ണി എറിഞ്ഞു കൊടുത്തത് ദിവ്യയാണ്. കാരണം ദിവ്യയിലൂടെയാണ് ആത്മഹത്യ എന്നുള്ള പേര് വരാൻ കാരണം. ഇത്രയും ഒരാളെ അവഹേളിച്ചത് കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രങ്ങൾ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഇരുന്ന് മെനഞ്ഞിട്ടുണ്ടോ? കാരണം ദിവ്യ കീഴടങ്ങിയതാണ്. പോലീസിന്റെ മൂക്കിന് തുമ്പത്ത് ഉണ്ടായിരുന്നിട്ട് പോലും ദിവ്യയെ പിടിക്കാൻ കേരളത്തിലെ പോലീസുകാർ അല്ലെങ്കിൽ കണ്ണൂരിലെ പോലീസുകാർ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. എന്നിട്ട് ദിവ്യ അവസാനം വന്ന് കീഴടങ്ങി, ഇതാ എന്നെ പിടിച്ചോ. എന്നിട്ട് ദിവ്യയെ ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ എറിഞ്ഞു കൊടുക്കാതിരിക്കാൻ പോലീസ് തീർത്ത വലയം, സുരക്ഷാ വലയം, സംരക്ഷണമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എന്താണ് നവീൻ ബാബുവിന് സംഭവിച്ചത്. സത്യം ഒരുപാട് നാളൊന്നും മാറ്റി വെക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ കൂടത്തായി ജോളിയൊന്നും ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരില്ല. സൈമണിനെ പോലുള്ളൊരു സത്യസന്ധനായ അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലപാതകം വെളിച്ചത്ത് വന്നത്. അതുപോലെ എത്ര കൊലപാതകങ്ങൾ, മരണം സംഭവിച്ചത് ആത്മഹത്യയാക്കി തീർക്കുക, അതൊരു പരിധി വരെ. നല്ലൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നാൽ ഇത് വേറെ ഏതെങ്കിലും കേസിൽ അന്വേഷിച്ച് പോകുമ്പോൾ തുമ്പ് കിട്ടുന്നത് ഈ കേസിനാണെങ്കിൽ കുറ്റവാളികൾ എന്നായാലും പുറത്ത് വരിക തന്നെ ചെയ്യും. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ മറച്ചു പിടിക്കാൻ സാധിക്കുമായിരിക്കും, പക്ഷെ മറ നീക്കി മമ്മൂട്ടി പറയുന്നത് പോലെ ഒരു നാൾ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും.